So hey guys, welcome back to my channel. Iqoo 7 launch event അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ നേരത്തെ തന്നെ Iqoo 7 ലോഞ്ച് ആയിട്ടുണ്ട്. അത് കാരണം സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം എന്ന് പറയാൻ പറ്റും എന്തൊക്കെയാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അപ്പോൾ റൂമേഴ്സിനകത്ത് പറയുന്നുണ്ട് Iqoo 7 ഏപ്രിൽ 26-ാം തീയതി ലോഞ്ച് ആവുമെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല എന്താവുമെന്ന്. പക്ഷെ ഈ വർഷം Iqoo 7-നകത്ത് 2 ഫോൺസ് ആയിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത്. Iqoo 7 ഒരു സീരീസ് ആയിരിക്കും. അപ്പോൾ Iqoo 7 എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങുമായിരിക്കും. Iqoo 7 ലെജൻഡ് എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങുമായിരിക്കും. Iqoo 7 പ്രോ വേരിയന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ Iqoo 7 ലെജൻഡിനകത്ത് നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ Iqoo 7-നകത്ത് സ്നാപ്ഡ്രാഗൺ 870 ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ സ്നാപ്ഡ്രാഗൺ 870യുടെ കൂടെ തന്നെ നമുക്ക് വേറൊരു ചിപ്പും കൂടെ കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റിയായിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ചിപ്സെറ്റ് വർക്കാൻ പോകുന്നത്, ഏത് യൂസിനായിരിക്കും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. 90% എൻ്റെ ഓഡിയൻസ് സബ്സ്ക്രൈബ് ചെയ്യാറില്ല. റെസ്റ്റ് 10% സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബെല്ലൈക്കണോടെ ആയിരിക്കും. ഞാൻ എപ്പോഴായിട്ടാലും നിങ്ങളുടെ ഫോൺ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ നിൽക്കുക. അപ്പോൾ കൂടുതൽ സമയങ്ങളായത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ Iqoo 7 സീരീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഡെഡിക്കേറ്റഡ് ചിപ്പിനെ പറ്റി ആയിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. Iqoo 7 കൂടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ട്വിറ്ററിൽ ഒരു ഫേമസ് ലീക്കറുണ്ട് ഇഷാൻ അഗർവാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇഷാൻ അഗർവാൾ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്കമിങ് Iqoo 7 സീരീസിനകത്ത് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ചിപ്പ് കിട്ടാൻ പോകുന്നുണ്ട്. ഈ സ്നാപ്ഡ്രാഗൺ 888ഉം സ്നാപ്ഡ്രാഗൺ 870യുടെ കൂടെ തന്നെ. അപ്പോൾ ഈ ചിപ്പിന്റെ പേരാണ് Pixelworks IRIS5 ഡിസ്പ്ലേ ചിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഡിസ്പ്ലേ പ്രോസസർ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല, വേറെയും ചില ഫോൺസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫോണിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ Asus Zenfone 3 ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് MEMC ടെക്നോളജി ബേസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. OnePlus 8 Pro, OnePlus 9 Pro കിട്ടിയ പോലെ. ഇപ്പോൾ ഇതുപോലത്തെ സ്മാർട്ട് ഫോൺസിനകത്തൊക്കെ നേരത്തെ വന്നായിരുന്നു. പക്ഷേ Iqoo 7-നകത്ത് വേറെ ലെവലിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ OnePlus 8 Pro, OnePlus 9 Pro നോക്കുവാണെങ്കിൽ അതിലും ഡിസ്പ്ലേ പ്രോസസറും കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. MEMC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങളൊരു കോണ്ടന്റ് വാച്ച് ചെയ്യണം, അത് 24 FPS ആണെന്ന് വെച്ചു. നിങ്ങൾക്കാണെങ്കിൽ അപ്സ്കെയിൽ ചെയ്തിട്ട് 50 FPS 60 FPS നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. ഇതിനാണ് MEMCയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് Iqoo 7-ൽ കിട്ടാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. നമുക്ക് കൂടുതൽ FPS-ലൊക്കെ കാണാൻ പറ്റും, കൂടുതൽ റിഫ്രഷ് റേറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്രാവശ്യം Iqoo 7 ഫോൺ അത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചിപ്പിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് Iqoo 7 ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഇത് ഡിസ്പ്ലേ പ്രോസസർ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് Iqoo 7 ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. അപ്പോൾ Iqoo 7-നകത്ത് പറയുന്നുണ്ട് ഈ വർഷം നമുക്ക് 6.62 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ വർഷം നമുക്ക് AMOLED ഡിസ്പ്ലേ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത് IPS LCD സ്ക്രീൻ ഒന്നുമല്ല. ഇത് 1080p കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്മാർട്ട് ഫോൺ. ഇത് HDR10+ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റ് സ്ക്രീനും ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 394 ppi സ്ക്രീൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 120 Hz ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റിഫ്രഷ് റേറ്റും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ പിന്നെ ഡിസ്പ്ലേ പ്രോസസറുണ്ട്. 120 Hz പ്ലസ് ഡിസ്പ്ലേ പ്രോസസർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങളൊരു ഗെയിമിങ്ങിന് സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഡിസ്പ്ലേ പ്രോസസറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താണ് സ്നാപ്ഡ്രാഗന്റെ കൂടെ തന്നെ വരാഞ്ഞത്, ഇതെന്താ സെപ്പറേറ്റ് പ്രോസസറായിട്ട് അവർ കൊണ്ടുവന്നത്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ്സ് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല. നമുക്ക് ഡെഡിക്കേറ്റഡ് ചിപ്പോ കാര്യങ്ങളും വെക്കേണ്ടി വരുമായിരിക്കും. ഇപ്പം മീഡിയ ടെക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മീഡിയ ടെക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MEMCയും കാര്യങ്ങളൊക്കെ മീഡിയ ടെക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്നാപ്ഡ്രാഗൺ സപ്പോർട്ട് ചെയ്യാറില്ല. അഥവാ സപ്പോർട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാലേ ഇത് സപ്പോർട്ട് ചെയ്തുള്ളൂ. അത് കാരണം അവർ ഡെഡിക്കേറ്റഡ് ചിപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡെഡിക്കേറ്റഡ് ചിപ്പിന്റെ 2 യൂസസ് ഉണ്ട്. ഒന്ന്, സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റിനകത്ത് കൂടുതൽ ലോഡൊന്നും കൊണ്ടുവരത്തില്ല. പിന്നെ കൂടുതൽ എഫിഷ്യൻ്റ്ലി ഈ ചിപ്സെറ്റ് വർക്കും കൂടെ ആവും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ബാറ്ററിയും അധികമൊന്നും വലിച്ചെടുക്കത്തില്ല ഈ Pixelworks IRIS5 ചിപ്സെറ്റ്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ കൂടുതൽ ലോഡുണ്ട്, കൂടുതൽ ഹീറ്റ് ആയിരുന്നേ, കൂടുതൽ ബാറ്ററിയും വലിച്ചായിരുന്നേ. അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ചിപ്സെറ്റ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മൂവീസ് കാണുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ല, ഗെയിമിംഗ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഫോണൊന്നും ഹീറ്റ് പോലും ആകത്തില്ല. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് അവർ ഡെഡിക്കേറ്റഡ് ചിപ്പ് വെച്ചത്. ഇപ്പോൾ ഒരു മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റ് ആയിരുന്നെങ്കിൽ അവർക്ക് പിന്നെയും സോഫ്റ്റ്വെയർ ബേസ്ഡ് എന്തെങ്കിലും കാണിച്ചിട്ട് അവർക്ക് വെക്കാൻ. അപ്പോൾ കൂടുതൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും പോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ മീഡിയ ടെക്കിന്റെ പ്രോസസർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്നാപ്ഡ്രാഗനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് കാരണമാണ് അവർ സെപ്പറേറ്റ് ചിപ്സെറ്റ് വെച്ചത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ Pixelworks
Pixelworks IRIS5 ഡിസ്പ്ലേ ചിപ്പിന്റെ എന്താണ് മെയിൻ അഡ്വാൻറ്റേജസ് എന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് സെപ്പറേറ്റ് ഒരു ചിപ്സെറ്റ് ആണ്, അപ്പോൾ കൂടുതൽ ബാറ്ററിയും ഹീറ്റിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഓട്ടോ HDRന്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നിങ്ങൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് SDRലായിരിക്കും ഓടുന്നത്, പക്ഷേ ഇനി മുതൽ HDRലായിരിക്കും ഓടുന്നത്. അപ്പോൾ നല്ല കളേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളും കിട്ടുമായിരിക്കും ഡിസ്പ്ലേക്കകത്ത്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതൊരു നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഒരു ഡിസ്പ്ലേ ചിപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ HDRും കാര്യങ്ങളൊക്കെ കോണ്ടന്റ് വ്യൂ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് അഡാപ്റ്റീവ് ഡിസ്പ്ലേ. ഇപ്പൊ നിങ്ങൾ വെയിലത്ത് ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടത്ത് ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അനുസരിച്ച് തന്നെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ അത് കുറയ്ക്കുക. അപ്പോൾ അതൊക്കെ സാധാരണ എല്ലാ ഫോൺസിനകത്തുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, അതും കൂടാതെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്രാവശ്യം കൺട്രാസ്റ്റും കാര്യങ്ങളും ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ സെറ്റ് ചെയ്യും. നമ്മുടെ എൻവയോൺമെന്റ് വെച്ച് നോക്കേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് വാം കളേഴ്സ് വേണോ അതോ കൂൾ കളേഴ്സ് വേണോ എല്ലാം ആ ഫോൺ തന്നെ ഡിസൈഡ് ചെയ്യും അതിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് തന്നെ. ഇപ്പൊ നിങ്ങൾ വെയിലുള്ളടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂൾ ടോൺ അതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ ഈ സ്മാർട്ട് ഫോണകത്ത് കിട്ടും. കൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി തന്നെ സെറ്റ് ചെയ്യും. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ ഈ പ്രാവശ്യം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു മൂവീസ് കാണുവാണെങ്കിൽ 60 FPS നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് ബാറ്ററി എഫിഷ്യന്റ് ആയിരിക്കും ഈ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സ്നാപ്ഡ്രാഗണിനകത്തൊന്നും കൂടുതൽ ലോഡൊന്നും കൊണ്ടുവരത്തില്ല. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ അത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് സ്മാർട്ട് ഫോൺസ് തന്നെയല്ല, ടിവിസിനകത്തും ഇതുപോലത്തെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മീഡിയാടെക്കിന്റെ പ്രോസസർ MEMCയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ പല TV മാനുഫാക്ചറേഴ്സ് മീഡിയാടെക്കിന്റെ പ്രോസസർ അവരുടെ TVക്കകത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ MEMCയും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടുതൽ FPSും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ നിങ്ങൾ വല്ല മൂവീസോ എല്ലാം വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ TVസിനും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്മാർട്ട് ഫോൺസിൽ ഇപ്പോഴാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ വീഡിയോക്കകത്ത് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. Pixelworks IRIS5 ഡിസ്പ്ലേ ചിപ്സെറ്റിനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്ത് യൂസ് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ചിപ്സെറ്റ് വെച്ചത്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി കമ്പാരിസൺ വീഡിയോസും കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അതൊന്നും ഞാൻ ഫോൺ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചില ടോപ്പിക്കൊക്കെ ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നോളജബിൾ വീഡിയോസ് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ കമ്പാരിസൺ ഒക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു ഈ വീഡിയോക്ക് അത് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.